ലോക വനിതാ ദിനം ആഘോഷിക്കുമ്പോൾ മീഡിയ വണിനൊപ്പം രണ്ട് അതിഥികൾ ഇന്ന് ചേരുന്നുണ്ട്. ഒന്ന് CPM നേതാവ് ചിന്ത ജെറോമും കോൺഗ്രസ് നേതാവ് വീണ എസ് നായരുമാണ്. അപ്പോൾ വനിതാ ദിനം സംബന്ധിച്ച് എന്താണ് അവരുടെ ചിന്തകൾ, എന്തൊക്കെയാണ് അവരുടെ ഭാവി പരിപാടികൾ, എങ്ങനെയൊക്കെയാണ് അവർ സൊസൈറ്റിയിലെ വിമൻ എംപവർമെന്റിനെ നോക്കിക്കാണുന്നത് തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് വിശദമായി തന്നെ ചോദിച്ചറിയാം. അപ്പോൾ അവരുടെ വിശേഷങ്ങളിലേക്കൊക്കെ വരാം. ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ്, ധാരാളം വിശേഷങ്ങൾ കൂടി പങ്കുവെക്കാനുണ്ടാകും. ആദ്യം വീണ എസ് നായരിലേക്ക് പോകുന്നു. വീണ, സ്വാഗതം. വനിതാ ദിനാശംസകൾ. താങ്ക് യു. എല്ലാ മീഡിയ വൺ പ്രേക്ഷകർക്കും എല്ലാ ലോകമെമ്പാടുമുള്ള എല്ലാ വനിതകൾക്കും ഹൃദയം നിറഞ്ഞ വനിതാ ദിന ആശംസകൾ. വീണ, അങ്ങനെ ഒരു വനിതാ ദിനം വരുന്നു. സ്വാഭാവികമായിട്ടും മറ്റ് ദിവസങ്ങളെ പോലെയല്ല. നമ്മൾ ഇന്ന് ഒരുപാട് വനിതകളുമായി ബന്ധപ്പെട്ട അവകാശങ്ങൾ, അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ കുറച്ചും കൂടെ ചർച്ച ചെയ്യുകയും അതിനെപ്പറ്റി ചിന്തിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ദിവസമാണ്. അപ്പം അങ്ങനെ വീണ്ടും ഒരു അന്താരാഷ്ട്ര വനിതാ ദിനം വരുമ്പോൾ എന്താണ് വീണയുടെ മനസ്സിൽ പെട്ടെന്ന് ഇങ്ങനെ പോകുന്ന ചിന്തകളൊക്കെ? ശരിക്കും ഞാൻ ഇത്തവണത്തെ വനിതാ ദിനത്തിന്റെ ഒരു തീം ഗിഫ്റ്റ് ടു ഗെയിൻ എന്നുള്ളതാണല്ലോ. അപ്പൊ അതിനകത്ത് പറയുന്നത് പോലെ തന്നെ നമ്മള് പരസ്പരം സപ്പോർട്ട് ചെയ്ത് സ്ത്രീകളെ എംപവർ ചെയ്യാൻ, അവർക്ക് ആവശ്യമുള്ള മെന്റർഷിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുക. ഞാൻ വിചാരിക്കുന്നത് നമ്മളെപ്പോഴും ഈ സ്ത്രീകളെ എംപവർ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച്, ഇപ്പം എല്ലാ വനിതാ ദിനവും അത് തന്നെയാണ്, സ്ത്രീകളുടെ റൈറ്റ്സിനെ കുറിച്ച് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ജസ്റ്റിസ്, നീതി ലഭ്യമാക്കുന്നതിനെ കുറിച്ച് ഒക്കെയാണ് നമ്മൾ നിരന്തരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് വർഷങ്ങളായി തന്നെ. പക്ഷെ ഓരോ വർഷവും ആ തീമിന് എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ജസ്റ്റിസ് അല്ലെങ്കിൽ ഇക്വിറ്റി, ഇക്വാലിറ്റി, ഈ വാക്കുകൾക്കൊക്കെ കൂടുതൽ പ്രാധാന്യം വരികയാണ്. കാരണം നമ്മൾ എത്ര തന്നെ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ചാലും ഈ പറയുന്ന ഒരു പല പ്രശ്നങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ട് ഒരു എക്സിറ്റിലേക്ക് വരാനോ അല്ലെങ്കിൽ കാര്യമായ ഒരു മാറ്റം കൊണ്ടുവരാനോ പരിമിതികളുണ്ടെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ വിചാരിക്കുന്നത് സ്ത്രീകൾ എപ്പോഴും എംപവേർഡ് ആകണമെങ്കിൽ നമ്മുടെ സ്ത്രീകളുടെ കയ്യിൽ പൈസ ഉണ്ടാകണം, ജോലി ഉണ്ടാകണം, സമ്പാദ്യം ഉണ്ടാകണം. അപ്പൊ പൈസ കയ്യിൽ സ്വന്തമായിട്ടൊരു വരുമാനം ഇല്ലാത്തൊരു സ്ത്രീ എന്ന് പറയുന്നത് നമ്മൾ എത്ര ക്വാളിഫൈഡ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവർക്ക് ഈ പറയുന്ന ഒരു വീട്ടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ പോലും അവർ പറയുന്ന അഭിപ്രായങ്ങൾ ചിലപ്പോൾ കേൾക്കാൻ ആളുകൾ ഉണ്ടാകണം എന്നില്ല. അത് സ്വന്തം വീട്ടിലായാലും വിവാഹം കഴിച്ചു പോകുന്ന വീട്ടിലായാലും എല്ലാ വീട്ടിലെയും അവസ്ഥ ഒന്ന് തന്നെയാണ്. അപ്പോൾ എപ്പോഴും സ്ത്രീകള് ജോലി ചെയ്യുക, അവരുടെ കയ്യിൽ പൈസ ഉണ്ടാവുക, ഫിനാൻഷ്യലി എംപവർ ചെയ്യുമ്പോൾ അതിനോടൊപ്പം ബാക്കി എംപവർമെന്റ് വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനുള്ള സ്റ്റെപ്സ് ആണ് തീർച്ചയായിട്ടും. ഇപ്പം എന്നോട് ചോദിച്ചല്ലോ പല സ്ത്രീകളുടെയും പ്രശ്നം, ഇപ്പം നമ്മൾ പല സ്ത്രീകളുടെയും പ്രശ്നങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അടിസ്ഥാനപരമായ പ്രശ്നം ഇത് തന്നെയാണ്. കാരണം സ്ത്രീകളുടെ കയ്യിൽ ഈ പറയുന്ന ഒരു സ്വന്തമായൊരു വരുമാനം, സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുക, സ്വന്തം ഇഷ്ടമുള്ളൊരു സാധനം വാങ്ങിക്കുക, പറയുന്നൊരു വാക്കിന് വാല്യൂ ഉണ്ടാവണമെങ്കിൽ പോലും സ്ത്രീ ഫിനാൻഷ്യലി എംപവേർഡ് ആവണം. അതായിരിക്കണം എല്ലാ സർക്കാരുകളുടെയും ആദ്യത്തെ മോട്ടീവ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് സ്ത്രീകളെ സംബന്ധിച്ച്. യെസ് വീണ, അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാര്യം ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ അവകാശങ്ങളെ, അവർക്ക് ഒരുപക്ഷെ അഭിപ്രായം പറയാനുള്ള അവകാശങ്ങളെ പോലും കൂടുതൽ മാറ്റിമറിക്കുമെന്നുള്ളത് കൂടിയാണ്.